എല്ലാവർക്കും നമസ്കാരം. ഹെൽത്ത് ഇൻസ്പെക്ടർ പരീക്ഷ വീണ്ടും വരികയാണ്. കഴിഞ്ഞ ഹെൽത്ത് ഇൻസ്പെക്ടർ പരീക്ഷയിൽ കാര്യമായിട്ട് വിജയത്തിലേക്ക് എത്താൻ കഴിയാത്ത എല്ലാവർക്കും അടുത്തൊരു അവസരം, ഒരു അടിപൊളി അവസരം വരികയാണ്. ദേവസ്വം ബോർഡ് ഗുരുവായൂർ ദേവസ്വത്തിലേക്കാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കുള്ള പരീക്ഷ വരാൻ പോകുന്നത്. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അതിൻ്റെ നമ്മൾ PSCയിൽ ഉള്ള അതേ സ്കെയിൽ എന്ന് പറഞ്ഞാൽ അതേ ശമ്പള സ്കെയിലോട് കൂടിയിട്ടുള്ള സ്ഥിരമായിട്ടുള്ള നിയമനമാണ്. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ദേവസ്വം ബോർഡ് ഗുരുവായൂർ ദേവസ്വത്തിലേക്കാണ് അപേക്ഷ വിളിച്ചിരിക്കുന്നത്. അപേക്ഷ അയക്കേണ്ട തീയതി കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ MCS അതുപോലെ തന്നെ LSGS പരീക്ഷയിലേക്ക് അടിപൊളിയായിട്ട് കോച്ചിങ് കൊടുത്തിരിക്കുന്ന ഏകദേശം 65ഓളം മാർക്കോളം സ്കോർ ചെയ്യാൻ പറ്റിയിരിക്കുന്ന അത്തരത്തിലുള്ള ക്വസ്റ്റ്യനുകളും കോച്ചിങ് എല്ലാം കൊടുത്തിരിക്കുന്ന നമ്മൾ വീണ്ടും അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുരുവായൂർ ദേവസ്വത്തിലേക്കാണ് ഈ നിയമനം നടത്തുന്നത്. അതിൻ്റെ കൂടെ തന്നെ ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ പരീക്ഷയ്ക്കും ഹെൽത്ത് സർവീസിലെ ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ പരീക്ഷയ്ക്കും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കോച്ചിങ്ങിനെ കുറിച്ചിട്ടുള്ള വിശദ വിവരങ്ങളാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിനകത്ത് പ്രത്യേകം നോക്കാനുള്ള എന്താണെങ്കിൽ, നമ്മൾ ഈ പരീക്ഷയിൽ ഇപ്പോൾ ആദ്യത്തെ കോച്ചിങ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള നമ്മുടെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പരിശീലനമാണ്. ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിലേക്കുള്ള ഗുരുവായൂർ ദേവസ്വം മെഡിക്കൽ സെൻറ്ററിലേക്കുള്ള ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്കുള്ള കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ സിലബസ് പ്രകാരം ഈ ഒരു സിലബസിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, PSCയിൽ ഇല്ലാത്ത PSC പരീക്ഷകളിൽ നമുക്ക് ജനറൽ നോളജ് ഇല്ല. പക്ഷേ ഈ പരീക്ഷയിൽ ദേവസ്വം ബോർഡിൻ്റെ പരീക്ഷയിൽ നമുക്ക് ജനറൽ നോളജ് വരുന്നുണ്ട്. ടെമ്പിൾ അഫയേഴ്സും റിനൈസൻസും അത്തരം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ജനറൽ നോളജ് കൂടെ നമുക്ക് ഈ പരീക്ഷയിൽ 30 മാർക്കിൻ്റെ ജനറൽ നോളജാണ് വരുന്നത്. അപ്പം ബാക്കി 70 മാർക്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസിൽ നിന്ന് വരുന്ന 70 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പം അപ്ലൈ ചെയ്തവർക്ക് ഒരു സുവർണ അവസരമാണ്. സ്ഥിരമായിട്ട് ഗുരുവായൂർ ദേവസ്വത്തിൽ ജോലി ചെയ്യാനുള്ള, റിട്ടയർമെൻറ്റ് വരെ നല്ല സുഖമായിട്ട് ജോലി ചെയ്യാം. നല്ല ശമ്പളവും അതുപോലെ തന്നെ എല്ലാവിധ ആനുകൂല്യങ്ങളുള്ള ജോലിയാണ്. അതിലുപരി വിശ്വാസികളാണെങ്കിൽ അവർക്ക് ഏറ്റവും സുഖപ്രദമായി ജോലി ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അവസരമാണ്. അപ്പോൾ അതിൻ്റെ സിലബസ് പ്രകാരമായിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജനറൽ നോളജും കൂടെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ കോഴ്സിൻ്റെ ഈ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സിൻ്റെ നമുക്ക് ഫീസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാണ്, ഓപ്പൺ ആയിട്ട് പറയാണ്. ഒരു ആൾക്കും ഇത്രയും കുറഞ്ഞ ഫീസിൽ കോഴ്സ് കൊടുക്കാൻ പറ്റില്ല. 999 റുപ്പീസിനാണ് ഈ കോഴ്സ്, പരീക്ഷ വരെയുള്ള കോഴ്സ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ജയിച്ച് നിങ്ങൾക്ക് ജോലി നേടാൻ പ്രാപ്തമാക്കുന്ന തരത്തിലുള്ള കോഴ്സ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം താല്പര്യമുള്ളവർ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, എൻ്റെ നമ്പറാണ്. ആ നമ്പറിനകത്ത് മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽസുകൾ ജോയിൻ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരാം. ഇതിനകത്ത് വേറെ ഹിഡൻ ചാർജുകളൊന്നുമില്ല. 999 റുപ്പീസിനാണ് ഈ ഒരു കോഴ്സ് നമ്മളെല്ലാവർക്കും കൊടുക്കുന്നത്. അടുത്ത കോഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ പരീക്ഷയാണ്. ഹെൽത്ത് സർവീസിലാണ് ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ. 2024 നോട്ടിഫിക്കേഷൻ വന്ന 5 ജില്ലകളിലേക്കുള്ള ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ പരീക്ഷയ്ക്കുള്ള കോച്ചിങ് കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. സിലബസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സിലബസാണ്. TBയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിനടുത്ത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 65-ന് മുകളിൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലി നേടാൻ പറ്റും. അപ്പം ഏറ്റവും ചുരുങ്ങിയ ഫീസ് പറഞ്ഞാൽ 499, അറൗണ്ട് 499, 500 രൂപയ്ക്കുള്ളിലാണ് ഈ ഒരു കോഴ്സ് കൊടുക്കുന്നത്. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള കുട്ടികൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. 5 ജില്ലകളിലേക്കാണ് ഇപ്പോൾ പരീക്ഷയ്ക്ക് വരാൻ പോകുന്നത്. ഓഗസ്റ്റിലാണ് പരീക്ഷ വരുന്നത്, ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ പരീക്ഷ. അത് അപ്ലൈ ചെയ്തവർ തീർച്ചയായിട്ടും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്കത് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള രീതിയിൽ ആ കോഴ്സിൻ്റെ റിസൾട്ട് നിങ്ങളുടെ പരീക്ഷയിൽ നിങ്ങൾക്ക് പ്രതിഫലിച്ച് കാണാൻ പറ്റുന്നതാണ്. ഒരു കാര്യം കൂടിയും പറയാം, കഴിഞ്ഞ പരീക്ഷകളിൽ വൻ വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. 65ഓളം റൈറ്റ് ആൻസറുകളാണ് നമ്മുടെ മോഡൽ എക്സാമുകളിൽ നിന്നും ക്ലാസ്സുകളിൽ നിന്നും അതിൻ്റെ നോട്ട്സുകളിൽ നിന്നും എല്ലാം കവർ ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പം അടുത്ത പരീക്ഷയിലേക്ക്, തുടർന്നുള്ള പരീക്ഷകളിലേക്ക് നിങ്ങൾക്ക് വിജയമാണ്, ജോലിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ തീർച്ചയായിട്ടും നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, ജോയിൻ ചെയ്യുക. ക്ലാസ്സുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 15th ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പരീക്ഷ വരെ എന്നാണോ പരീക്ഷ വരുന്നത് അതിൻ്റെ തലേ ദിവസം വരെ നിങ്ങൾക്ക് മോഡൽ എക്സാമുകളും നിങ്ങൾക്ക് പരീക്ഷ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്സുകളും കാര്യങ്ങളും എല്ലാം PSC പരീക്ഷ എങ്ങനെയാണോ ജയിക്കാൻ നമുക്ക് പഠിക്കേണ്ടത് ആ രീതിയിലുള്ള ക്ലാസ്സുകളും കൂടിയിട്ടാണ് ക്ലാസ്സുകൾ കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും
എല്ലാവരും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ജോയിൻ ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക, ജോലി കരസ്ഥമാക്കുക. ഓക്കെ, താങ്ക് യു.